ഒരു മുറി തേങ്ങ കൊണ്ട് രണ്ട് കാര്യങ്ങളാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുറി തേങ്ങ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പിട്ട് നിങ്ങളെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സൊക്കെ നല്ല കുറവാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഞാനിത് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് അതിൽ തേങ്ങ നല്ല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായി അടിച്ചെടുക്കുക. ചിരവിയിട്ടും ചെയ്യാൻ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടും അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ തേങ്ങാപ്പാൽ എടുക്കാൻ നോക്കുക. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ നമ്മളത് ഒരു നുള്ളു ഉപ്പും കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് ഇളക്കി വെക്കുക. ഉപ്പിട്ട് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഞാൻ അരിച്ച ചണ്ടിയില്ലേ നമ്മളത് അതായത് അരിച്ചെടുത്ത തേങ്ങൻ്റെ പീര അതൊന്നും കൂടി മിക്സിയിലേക്ക് ഇടുക. അതിന് ശേഷം നമുക്ക് അരിപ്പൊടി, ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയില്ലേ അത് ഇതിലേക്ക് കൊട്ടുക. കുറച്ച് നല്ല ജീരകവും 2 ചെറിയ ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് നന്നായി അടിച്ചെടുക്കുക ചെയ്യുക. ഇതടിച്ചു കൊണ്ടുവന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അടിക്കുക. അതായത് നമുക്ക് തേങ്ങാപ്പീരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് നന്നായി അടിച്ചെടുക്കണം. അപ്പോൾ ജീരകവും ഒക്കെ നന്നായി അരിഞ്ഞ് നല്ല മണം ഇതിൽ ഇനിയിപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ശരിക്കും ദോശമാവിൻ്റെ അയവിൽ നമ്മൾ അത് എടുക്കുക. അതിന് ശേഷം നമ്മൾ ഓരോ ദോശ ആയിട്ട് ചുട്ടെടുക്കണം. അപ്പോൾ അതിന് ആദ്യം ചട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിലാണത് അതിന് എളുപ്പം കുറച്ച് ഒഴിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ചെറിയൊരു നെയ്ക്കുപ്പിയിലാക്കിയതാണ്. അപ്പോൾ അത് അതിൽക്കത്തിൽ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചാലാണ് ഈ അപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ആദ്യമൊക്കെ തന്നെ ജീരകപ്പം, തേങ്ങപ്പം എന്നൊക്കെ പറയും. കൽത്തപ്പല്ല, കൽത്തപ്പത്തിൻ്റെ വേറൊരു വേർഷനാണിത്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുക. നമുക്ക് രാവിലെ എണിച്ചിട്ട് ഇപ്പോൾ എന്താണ് കാട്ടേണ്ടത് എന്നുള്ളൊരിതിൽ അതാകുമ്പോൾ തേങ്ങാപ്പാലും പിഴിഞ്ഞെടുക്കുക. അതിൽ കൂടെ തന്നെ നമുക്ക് ദോശയാക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടാണ്ടിരിക്കുകയല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനത് ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല മൊരിഞ്ഞ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കാൻ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും ഇഷ്ടപ്പെടും. അസ്സലാമു അലൈക്കും. ഹൈഷമോള് കഴിച്ചുകൊണ്ടിരിക്കുക.